ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പും ഞാൻ ഇങ്ങനെ ഫേസ് പാക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ അത് പോയി കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇന്നത്തെ ഈ പാക്ക് എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഹണിയും വലിയ ജീരകം, പെരിഞ്ജീരകം എന്ന് പറയുന്ന ഫെനൽ സീഡ്സും അതുപോലെ കേട്, ഇത് മൂന്നും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പൊതുവെ ഇല്ലാത്തവരായിട്ട് കുറവായിരിക്കും പെരിഞ്ജീരകം എല്ലാം. അപ്പോൾ ഇത് വളരെ നല്ലതാണ് കേട്ടോ. മുഖത്തിന് വളരെ മിനുസമുള്ള എന്താ പറയുക, മുഖമാക്കിയെടുക്കാനും നല്ല ക്ലീൻ ആവാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് ഈ പെരിഞ്ജീരകം. സ്കിന്നിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് തൈരും തേനുമാണ്. അതിൻ്റെ ഈ ഗുണങ്ങൾ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മുന്നുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തൈരും തേനും എല്ലാം യുവത്വം നിലനിർത്താൻ, അതായത് ചെറുപ്പമാവാനും വാർദ്ധക്യം അകറ്റാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പെരിഞ്ജീരകം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇവിടെ വെയിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഉണക്കാൻ പറ്റില്ല, വെയിലത്ത് ചൂടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിൽ പൊടിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് മാത്രം, കുറച്ച് കൂടുതലുണ്ട്, കുറച്ച് ക്വാണ്ടിറ്റിയും കൂടി ഉണ്ട്, അല്ലെങ്കിൽ മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇത് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ പെരിഞ്ജീരകം ഞാനിവിടെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തരിച്ചെടുക്കണം കേട്ടോ. നമുക്ക് വലിയൊരു അരിപ്പയിലൂടെ ഒന്ന് തരിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ളത് എടുക്കുക. ബാക്കി നിങ്ങൾക്ക് ഒരു ഡബ്ബയിൽ സൂക്ഷിച്ച് വെക്കാം. ഇതിൻ്റെ വലിയ തരിയെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പയിലൂടെ ഞാനിത് അരിച്ചെടുക്കുന്നത്. ഇത് ഇപ്പോഴത്തെ ഈ മുഖത്ത് തേക്കാനുള്ള ആവശ്യത്തിന് ശേഷം നമുക്കൊരു ഡബ്ബയിലാക്കി അടച്ചു വെക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യം ഇത് ഉപയോഗിക്കാം. ഇത്ര പൊടി കിട്ടിയിട്ടുണ്ട് നമ്മൾ തരിച്ചെടുത്തപ്പോൾ. അപ്പോൾ ഇനി അരിച്ചെടുത്തപ്പോൾ ഇത്ര പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിനുള്ള മാത്രം എടുത്തിട്ട് ബാക്കി ഒരു ഡബ്ബയിൽ സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ഒരു സ്പൂണ് മാത്രം മതി നമുക്കിപ്പോൾ. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് എടുത്തു. ഇനി നമുക്കൊരു 1/2 സ്പൂണ് തേനും കൂടി എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ തേനും കൂടി ഇതിലേക്ക് എടുത്തിട്ട് കൊടുത്തു. അപ്പോൾ ഇനി ബാക്കി 1/2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ആക്കുക കേട്ടോ. നല്ലപോലെ മിക്സാക്കിയിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ഈ ഫേസ് പാക്ക് ഒരാഴ്ചയിൽ 3 തവണയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വളരെ നല്ല, എന്താ പറയുക, ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ ബ്ലീച്ച് ചെയ്താൽ നമുക്കുള്ള മുഖത്തിനൊക്കെ നല്ല തെളിച്ചുണ്ടാവുമല്ലോ, അതുപോലെ നല്ല തിളക്കമുണ്ടാവും കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസ് പാക്ക്. ഇനി നമുക്ക് മുഖത്ത്, ഞാനിപ്പോൾ വെറുതെ പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകി തുടച്ച് വന്നതാണ്. സാധാരണ വെള്ളം കൊണ്ട് കഴുകി തുടച്ച് വന്നതാണ്. എന്നിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മൾ ചെറുതായിട്ട് അപ്പം തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒന്ന് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ, ചെറുതായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാം.
എന്നിട്ട് നല്ലപോലെ ഉണങ്ങി വരുമല്ലോ, അപ്പോൾ കഴുകി കളയുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാനിവിടെ ഫേസിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റൗണ്ടിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അഴുക്കുകളെല്ലാം ഒക്കെ ഒന്ന് പൊയ്ക്കോളും മുഖത്തുള്ള. ഇത് ശരിക്കും ഒരു ബ്ലീച്ച് ചെയ്തതിൻ്റെ എഫക്റ്റ് തന്നെയാണ്. വല്ല ഫങ്ഷനോ നമുക്ക് പെട്ടെന്ന് ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്കൊന്ന് ബ്ലീച്ച് ചെയ്യണം എന്ന് തോന്നിയാൽ അപ്പോൾ അതിന് പകരം തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫേസ് പാക്കാണ് ഇത്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളത്തിലൊന്ന് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫേസ് പാക്കെല്ലാം പുരട്ടിയതിന് ശേഷം ഞാൻ ഇളം ചൂടുവെള്ളം കൊണ്ട് മുഖമെല്ലാം കഴുകിട്ടോ. അത് അവിടെ നല്ലൊരു ഗ്ലോ വരുന്നുണ്ട് സ്കിന്നിനെല്ലാം. നമുക്കൊരു കൂളിംഗ് എഫക്റ്റാണ്, ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ അതേ എഫക്റ്റാണല്ലോ നമുക്ക് കിട്ടുന്നത്. ഒരു തണുപ്പ് ഫീല്, ഒരു നല്ലൊരു മിനുസം, മുഖമൊക്കെ നല്ല മിനുസം. എന്നിട്ട് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതാ ഇവിടെ എല്ലാം ഒരു മിനുസം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്ലിയർ സ്കിന്നാവുന്നുണ്ട്. അപ്പോൾ ഈ പെരുംജീരകം എന്ന് പറയുന്നത് സ്കിന്നിന് വളരെ എഫക്റ്റീവാണ്, വളരെ നല്ലതാണ്. ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ ചെയ്യാം. ഒരു പേടിയും കൂടാതെ, ഒരു സൈഡ് എഫക്റ്റും ഇല്ല, അലർജി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫേസ് പാക്ക് ഇട്ട് കഴുകിയതിന് ശേഷം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ട് മുഖത്ത് ലോക്ക് ചെയ്യണമെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഞാനിവിടെ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് കഴുകിയതിന് ശേഷം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ നല്ലതാണ്, വളരെ എന്താ പറയുക, എഫക്റ്റീവാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് ആഴ്ചയിൽ 3 ദിവസം നമുക്ക് ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തീർച്ചയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ, ബൈ.